my dear friends, welcome to Happy Beats TV. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കുറേ ദിവസമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ ഗിവ് അവേയുടെ ഗിഫ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ആഴ്ച തന്നെ നടക്കൊടുക്കുന്നു. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും പേരുകളൊക്കെ എൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര പേർക്ക് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരായിട്ട് കൊടുക്കുമ്പോൾ ഒരു സങ്കടമാണ്. കാരണം ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം തന്നെ എനിക്ക് ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്ക് ഇത്ര അനൗൺസ് ചെയ്ത് ഇത്ര പേർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് അതിന്റെ ഒരു ഇതിൽ അടുത്ത ഗിവ് അവേ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം. കാരണം നിങ്ങൾ സങ്കടപ്പെടാൻ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എന്നാലും ഞാനിപ്പോൾ നമുക്ക് ഇതിൽ അയച്ചിരിക്കുന്ന എല്ലാവർക്കും ഗിവ് അവേയുടെ അയച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരുകൾ ഞാൻ ഓരോ ദിവസം അയക്കണ അനുസരിച്ച് ഞാൻ മെയിൽ അയച്ചിരിക്കുന്നവരും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ചെയ്തിരിക്കുന്ന പേരൊക്കെ ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് അതിൽ നമ്മളുടെ 8 പേരെ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. 5 പേർക്കെന്ന് വെച്ചാൽ അപ്പം നമ്മളിന്ന് കൊടുക്കാൻ പോണത് 8 പേർക്കുള്ള ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് കൊടുക്കാൻ പോണ ഗിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ ഗിഫ്റ്റാണ് കൊടുക്കാൻ പോണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് വാങ്ങിച്ചതാണ്. 70 ദിർഹമാണ് ഇതിന്റെ റേറ്റ്. ഇവിടെ എന്ന് വെച്ചാൽ അറൗണ്ട് ഒരു 1400 300-400 ആ റേഞ്ചിലുള്ള ഗിഫ്റ്റാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇത് ഈ 2 ഇതാണ് ചെയ്യണത്. 5 പേർക്ക് കൊടുക്കണത് ഇതും, 3 പേർക്ക് കൊടുക്കണത് ഈ ഒരു ഗിഫ്റ്റുമാണ് കൊടുക്കാൻ പോണത്. ഇത് ആദ്യത്തെ ഫസ്റ്റ് 5 പേർക്ക് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇതിന് ഒന്ന് വാനില ഷുഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലേവറും ഒന്ന് ചെറി ബ്ലോസ് എന്ന് പറഞ്ഞ ഫ്ലേവറുമാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കിത് കാണാൻ പറ്റും. ഇതിന് ഇവിടെ അറൗണ്ട് ഒരു 1400-600 റേഞ്ച് ഉണ്ട്. ഇതിനൊരു 900-1000 ആ റേഞ്ചിലാണ് ഇതും ഇതിന്റെ റേഞ്ച്. ഞാൻ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ഇതിന്റെ രണ്ടും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അത്രയ്ക്ക് നല്ല ഒരു ഞാൻ യൂസ് ചെയ്ത് നോക്കിയത് നല്ല ഒരു പെർഫെക്റ്റ് ആണ്. വെച്ചാൽ നമുക്ക് വേറൊരു ഇപ്പൊ വളരെ സ്മൂത്ത് ആണ് സാധനം. നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എഫക്ട് കിട്ടുന്നത്. ആർക്കും യൂസ് ചെയ്യാം, ആർക്കും പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യാം. സാധാരണ നമ്മൾ മോയ്സ്ചറൈസിംഗ് ക്രീം നല്ലൊരു സ്മെല്ലാണ്. നല്ല നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. നല്ലൊരു സ്മെല്ലുണ്ട് ഇതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാധനം. ഞാൻ ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 24 മണിക്കൂറും നമ്മുടെ ലാസ്റ്റ് ചെയ്യുന്നുള്ളതിന്റെ പ്രത്യേകത. നമ്മളിപ്പോൾ മോയ്സ്ചറൈസിംഗ് ക്രീം ആണ് 2-3 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാൻ തുടങ്ങി. ഇതെന്ന് വെച്ചാൽ 24 hours നമ്മുടെ സ്കിന്നിലത് ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടമാവും, ഉറപ്പാണ്. സ്പെഷ്യൽ ഗിഫ്റ്റ് 8 പേർക്ക് പറഞ്ഞത് കൂടാതെ നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ആദ്യം മുതൽ സപ്പോർട്ട് ചെയ്യും, കൂടുതൽ മെയിൽ അയക്കാൻ. ഇപ്പം എനിക്ക് ഇൻ കേസ് മെയിൽ അയക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഓരോ നമ്മളുടെ വീഡിയോസിന് കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഇന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുട്ടിയുടെ പേര് ഗ്രീഷ്മ എന്നാണ്. അവൾ കൊല്ലത്താണ് വീട്. രേഷ്മ ഭവൻ എന്നാണ് അവളുടെ വീട്ടുപേര്. അപ്പം ഞാൻ അവളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണിത്. ഇത് മാക്സ് ആൻഡ് മോറിൻ്റെ മേക്കപ്പ് പാലറ്റാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പം മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾക്ക് ഇതാണ് പാലറ്റ്. ഇതിൽ ലിപ്സ്റ്റിക് ഉണ്ട്, 2 ഷെയ്ഡ് ലിപ്സ്റ്റിക് ഉണ്ട്. അതുപോലെ തന്നെ ഐബ്രോ പെൻസിൽ ഉണ്ട്, മസ്കാര ഉണ്ട്, നെയിൽ പോളിഷ് ഉണ്ട്, പിന്നെ നമ്മുടെ പാലറ്റ് ഉണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അടങ്ങിയതാണ്. അപ്പം എന്തായാലും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പം നമ്മുടെ ഗ്രീഷ്മ അപ്പൊ എന്തായാലും അധികം വൈകാണ്ട് ഗ്രീഷ്മക്കുട്ടിയുടെ കയ്യിലെത്തും. ഇനി നമുക്ക് ബാക്കി നമ്മളുടെ 8 പേർക്കുള്ള ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് നമ്മളുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഒന്നും കൂടെ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും എന്തായാലും എനിക്ക് അയക്കണം. അപ്പം നിങ്ങളെ ഞാൻ വിളിക്കാം, നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അധികം വൈകാണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ ഗിഫ്റ്റുകൾ എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളുടെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. ഒന്ന് കുലുക്കിട്ടെടുത്തോളൂ. ഇതെല്ലാം മെയിൽ വന്ന ആൾക്കാരുടെ ഇപ്പൊ ഇതില് നമ്മള് ഇതിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൽ അയച്ചിരിക്കും. നമ്മുടെ ഹാപ്പി ബിറ്റ്സ് ടിവിയുടെ ഗിവ് അവേയുടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഗിവ് അവേ ഹാപ്പി ബിറ്റ്സ് ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വന്നിരിക്കുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. അതുപോലെ നമ്മൾ കട്ട സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് വീഡിയോയുടെ താഴെ നമുക്ക് സ്ഥിരമായിട്ട് കമന്റ് ഇടുന്നവരും അവരുടെ പേരും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് അപ്പൊ അവരുടെയൊക്കെ എനിക്ക് ഡീറ്റെയിൽസ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയണ്ടാവില്ല. അപ്പൊ ഇൻ കേസ് നിങ്ങളെ സെലക്ട് ആവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എനിക്ക് എന്തായാലും മെയിൽ ചെയ്യണം കേട്ടോ. പിന്നെന്താ
അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ കണ്ണടച്ച് കിട്ടാ അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകണം. നമ്മുടെ ആദ്യത്തെ ആളാരും നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ 5 പേര് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ആരൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ വിന്നർ ആയിരിക്കുന്നത് സി സുവർണ എന്നാണ് പേര്. അപ്പോൾ അതിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം നിങ്ങൾ സി സുവർണ കേട്ടോ. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് എനിക്ക് കമന്റ് ചെയ്യണം. ഡീറ്റെയിൽസ് എനിക്ക് എന്തായാലും മെയിൽ, നമ്മുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം കൂടെ കൂടിയിട്ട് എനിക്ക് നമ്മളുടെ മെയിൽ ഐ ഡി happybitstv@gmail.com സി സുവർണ അയക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നർ സി സുവർണയാണ്. സി സുവർണ. യെസ്. ഇത് ഇനിയിപ്പോ കമന്റ് ചെയ്ത ആൾക്കാരിലേക്ക് വിട്ടുകൂടണമെങ്കിൽ അവർക്ക് സങ്കടമാവും. ഞാൻ എല്ലാവരുടെ എനിക്ക് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന എല്ലാവരുടെയും പേരുകൾ ഇതിന്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ കുറെ കമന്റ് ഒക്കെ നോക്കുന്നത് കാണാറുണ്ട്. ഒരുപാട് പേരുണ്ട് എനിക്ക് കമന്റ് ചെയ്യണം. എനിക്ക് അപ്പൊ സങ്കടമാണ്. 8 പേർക്കൊന്നും എനിക്ക് സങ്കടമാണ്. എന്നാൽ കൂടി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വേറെ ഒരു വഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും ഞാൻ പിന്നെ ഞാൻ എങ്ങനെ അനൗൺസ് ചെയ്യും, ബാക്കിയുള്ളവർക്ക് സങ്കടമാവും എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇനിയും കൊടുക്കാല്ലേ, ഇനിയിപ്പോ വരുന്ന ചിലപ്പോ 2 lakh ആവുമ്പോൾ 1,50,000 ആയിട്ടുണ്ട്. നമ്മൾ 1,00,000 അനൗൺസ് നമ്മൾ 1,50,000 ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് 2 ലക്ഷം ആവും. അപ്പൊ നമുക്ക് അടുത്ത 16 പേർക്ക് നമുക്ക് ഗിഫ്റ്റ് ആനിവേഴ്സറി വരുന്നുണ്ടല്ലോ. അതായത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര 1 വർഷം ആയിട്ടില്ല. നമ്മൾ 1 വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു എന്തായാലും അടുത്ത് നമ്മൾ കൊടുക്കാം. അധികം വൈകാണ്ട് നമുക്ക് അടുത്ത അത് കൊടുക്കാം. അപ്പൊ എന്തായാലും ആരും നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വെച്ചിട്ട് ആരും സങ്കടപ്പെടുകയും ചെയ്യരുത്. എന്തായാലും അടുത്ത എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും തരണം തന്നെ എനിക്ക് ആഗ്രഹം. എന്തായാലും നമുക്ക് എല്ലാവർക്കും പറ്റൂലല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത ആളെ നോക്കാം. എടുക്കട്ടെ. സോറി. അപ്പൊ നമുക്ക് അടുത്ത് വന്നിരിക്കുന്നത് ആതിര ശംഭുനാഥ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് വിന്നർ നമ്മുടെ ആതിര ശംഭുനാഥ് ആണ്. അപ്പൊ നമ്മള് സി സുവർണ ആതിര ശംഭുനാഥ്. ഇപ്പൊ 2 പേരെ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കണം. നമ്മുടെ 3ാമത്തെ ആളാരെ നോക്കാം. ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളായിരിക്കാം. എല്ലാവരും ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവരും കിട്ടട്ടെ. ലിജ സുനിൽ. അടുത്തത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണ ലിജ സുനിൽ. ലിജ സുനിലാണ്. അപ്പൊ എന്തായാലും മെയിലൊക്കെ എനിക്ക് വരാറുള്ളൊരു കുട്ടിയാണ്. അപ്പൊ എനിക്ക് കട്ടായിട്ട് എനിക്ക് എപ്പോഴും മെയിൽ അയക്കണ എല്ലാവരുടെയും ആൾക്കാരുടെ പേരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്കത് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത വിന്നർ നമ്മുടെ 3rd വിന്നർ അല്ലേ, 3ാമത്തെ വിന്നർ ലിജ സുനില്. അപ്പോൾ ലിജ സുനിലിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരണം കേട്ടോ. അഡ്രസ്സൊക്കെ എനിക്ക് അയക്കണേ. അയച്ചിട്ടുണ്ടാവും ഓൾറെഡി. ചിലപ്പോൾ നിങ്ങൾ അഡ്രസ്സൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നിരിക്കും. എന്നും കൂടെ എന്നാലും ഒന്നും കൂടെ എനിക്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് സ്പീഡായിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അടുത്ത ആളുടെ പേര് ഫമിത എന്നാണ് അടുത്ത ആളുടെ പേര്. അപ്പോൾ ഫമിതയും ആണ് നമ്മളുടെ 4th വിന്നർ അല്ലേ, 4th വിന്നർ. അപ്പം നമ്മൾ 5 പേരിൽ 4 പേരെ സെലക്ട് ചെയ്തു. നമ്മുടെ 4ാമത്തെ വിന്നർ ഫമിതയുടെ ഡീറ്റെയിൽസ് എനിക്ക് ഒന്നുകൂടെ എനിക്ക് അയക്കണം കേട്ടോ. നിങ്ങൾ എന്തായാലും ഫോൺ നമ്പർ എന്ന് വെച്ചാൽ നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അയച്ചിട്ടുണ്ടാവും ഓൾറെഡി. ചിലപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് മെയിൽസ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഞാനിപ്പോൾ നിങ്ങൾ അയക്കുന്നതനുസരിച്ച് ഞാൻ എഴുതി ഇങ്ങനെ ഇട്ടിരുന്നതാണിത്. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ അയച്ചാൽ എനിക്ക് ഒരു ഉപകാരമാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്ത് എടുത്തോളാം. എന്നാലും നിങ്ങൾ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കൂടെ അയക്കണം കേട്ടോ. ഫോൺ നമ്പർ അഡ്രസ്സും ഒന്നുകൂടെ ഒന്ന് അയക്കണം. അപ്പോൾ നമ്മളുടെ 4ാമത്തെ വിന്നർ ഫമിത.
അത് ഫുള്ള് ചുറ്റിച്ചിട്ടെടുക്കണം. ഒരുപാട് ആൾക്കാരില്ലേ, ആർക്കാണ് റസിയാത്ത്. അപ്പൊ നമ്മളുടെ 5th വിന്നർ, നമ്മുടെ ആദ്യത്തെ 5 പേരിലെ അടുത്ത 5ാമത്തെ വിന്നർ റസിയത്താണ്. അപ്പൊ റസിയത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും 5 പേർക്കും കൺഗ്രാറ്റുലേഷൻസ്. റസിയത്തിന്റെ ഒക്കെ അഡ്രസ്സ് അവർ കോൺടാക്ട് ചെയ്യാൻ പറയണം. ഇനിയിപ്പോ ഇൻ കേസ് ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇല്ല, നിങ്ങൾക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ എന്തായാലും ഇട്ടിട്ട് ഞാൻ എടുത്തുള്ളൂ. നിങ്ങൾ കാണുമെന്നാണ് ഞാൻ വിചാരിക്കണത്. ഇല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടും എനിക്ക് റിപ്ലൈ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മെയിൽ അയക്കാം. കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വിളിച്ച് നോക്കാം. നമ്പേഴ്സ് ഉള്ളവരൊക്കെ ഞാൻ വിളിക്കാം. എല്ലാത്തോഴും ആണെന്നുണ്ടെങ്കിൽ ഇനി കമന്റ് ഈ വീഡിയോ കാണാതിരിക്കുക അല്ലെങ്കിൽ ഇത് കാണാതെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് കൊടുക്കുക? അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഈ കോൺടാക്ട് ചെയ്തില്ലെങ്കിലും ഞാൻ ആ അഡ്രസ്സിലോട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ ഞാൻ അയച്ചു തരും കേട്ടോ. അങ്ങനെ പോരെ? അല്ല, കുറെ കോൺടാക്ട് എന്ന് വെച്ചാൽ ഇപ്പൊ കമന്റ് ചെയ്യുന്നൊക്കെ നമ്മൾ കുറെ ആൾക്കാരെ എടുത്തിട്ടില്ലേ, കമന്റ് ചെയ്താണ് അതൊന്നും അഡ്രസ് ഇല്ലല്ലോ. അപ്പൊ അവര് നമ്മളെ കോൺടാക്ട് ചെയ്താലേ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്തെങ്കിലും കമന്റ് ചെയ്തിട്ട് എനിക്ക് റിപ്ലൈ ഇല്ലെന്നുണ്ടെങ്കിൽ 2 ആഴ്ച ഞാൻ വെയിറ്റ് ചെയ്യാം. 2 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഒരാളെ കൂടി സെലക്ട് ചെയ്തിട്ട് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ഒരാളെ, ഇപ്പൊ ഇൻ കേസ് ആരെങ്കിലും നമുക്ക് അയക്കാണ്ട് അഡ്രസ്സ് അയക്കാണ്ടല്ല, നമ്മൾ കമന്റിലൊക്കെ അഡ്രസ്സ് ഒന്നും ഇല്ല, ജസ്റ്റ് ഹാപ്പി ബിറ്റ്സ് TV നമ്മളുടെ ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് മാത്രമേ കമന്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ അഡ്രസ്സോ ഡീറ്റെയിൽസോ ഫോൺ നമ്പർ ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ഇതിൽ അങ്ങനെയുള്ള ആൾക്കാർ അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അവർക്ക് എന്തെങ്കിലും ഞാനിപ്പോൾ ഇതിൽ അനൗൺസ് ചെയ്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും. ഇട്ടിട്ട് നിങ്ങൾ 2 ആഴ്ച ഞാൻ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നറുക്കെടുത്തിട്ട് വേറെ ആളും കൂടെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇനി ഇല്ലാത്ത ഒരാൾക്ക് ഞാനിത് കളയണില്ല, ഇത് ഇന്ന് നമുക്ക് ഒരാളും കൂടെ സെലക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാത്തവരിൽ നിന്ന് വീണ്ടും ഞാൻ ഒന്നും കൂടെ നറുക്കെടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഗിഫ്റ്റ് അയക്കുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ 3 പേര്, നമ്മളിനി ഉള്ള 3 പേരെ കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്ത ആളുടെ പേര് നമ്മൾ 5 കഴിഞ്ഞ 6ാമത്തെ ആളുടെ സെലക്ട് ചെയ്യണം. അതിൽ 3 പേര് നമ്മൾ വിന്നേഴ്സ്, വേറെ എക്സ്ട്രാ നമ്മൾ 3 പേരുടെ 5 പേരും പിന്നെ വേറെ 3 ഗിഫ്റ്റുകൾ. അതിൽ നമുക്ക് വിളിച്ചിരിക്കണേ ഫസ്റ്റ് ആള് അനഘ എന്ന് പറഞ്ഞ കുട്ടിക്കാണ്. അപ്പോൾ എന്തായാലും അനഘ എനിക്ക് എന്തായാലും ഡീറ്റെയിൽസ് എല്ലാം മെയിൽ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ നമ്മളുടെ 6 പേര് സെലക്ട് ചെയ്തു. ഇനി 7ാമത്തെ 2 പേരൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ വിന്നർ ആരാ നോക്കാം. അത് അടച്ചിട്ടെടുക്കണം. അയച്ചു തുറക്കാം. അയച്ചു സജിത CV. അപ്പൊ നമ്മളുടെ സജിത CV 6 സജിത CVക്കാണ് നമ്മളുടെ 7ാമത്തെ ഗിഫ്റ്റ് ഇട്ടിരിക്കണേ. അപ്പോൾ സജിത CVയും ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അയക്കണം കേട്ടോ. പിന്നെ നമ്മളുടെ 8ാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഞാൻ എത്തിക്ക് വിശ്വാസം വരത്തില്ല. അത് നല്ലത് പാവ എടുക്കണം. പാവയ്ക്കപ്പോൾ ആൾക്കാരെ അങ്ങനെ അറിയില്ലല്ലോ. ലാസ്റ്റ് ആളാരാ നോക്കാട്ടോ. സുഷ്മി ലിനേഷ്. നമ്മുടെ സുഷ്മി ലിനീഷ് ആണ് ലാസ്റ്റ്. അപ്പം ഇത്രയും പേർക്കാണ് നമുക്ക് നമ്മളുടെ ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത്. 8 പേര് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കിട്ടാത്ത ആൾക്കാരായിരുന്നു സങ്കടപ്പെടുമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ അധികം വൈകാണ്ട് തന്നെ അടുത്ത ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ എന്തായാലും ഇത് കിട്ടാത്തവർക്ക് എന്തായാലും നെക്സ്റ്റ് ടൈം കിട്ടട്ടെ, എന്തായാലും കിട്ടും. അപ്പോൾ എന്തായാലും ആരും വിഷമിക്കാൻ ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഞാൻ ഇതിൽ തന്നെ എഴുതിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്തുണ്ട്. ഞങ്ങൾക്ക് കളയണമെന്നില്ല. ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിനകത്തുനിന്ന് ബാക്കിയുള്ള കുറേ ആൾക്കാരുടെ ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ അതിനകത്തുനിന്ന് കോൺടാക്ട് ചെയ്യാത്തവരാണ് 2 ആഴ്ച വെയിറ്റ് ചെയ്തിട്ട് യാതൊരു റെസ്പോൺസും ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നറുക്കെടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ഞാൻ അങ്ങനെ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാനത് അനൗൺസ് ചെയ്യാം. എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടൊന്നും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇൻക്രീസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും 8 പേര് എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സന്തോഷമായിരിക്കണം. അപ്പോൾ ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ എല്ലാവരുടെയും കൂടെ ഉണ്ട്. പിന്നെ നമ്മളുടെ 9ാമത്തെ ആൾക്ക് നമ്മളുടെ ആ മോൾക്ക് അതിൻ്റെ ഗിഫ്റ്റ് ഞാനത് സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഇപ്പം ഞാൻ അനൗൺസ് ചെയ്യുന്നേ ഉള്ളൂ.
അപ്പം നമ്മളുടെ ഇതിലത് പങ്കെടുത്തിട്ടൊന്നുമില്ലല്ലോ കുട്ടി? ഇല്ല, ഈ നമ്മളുടെ ഹാപ്പി ബിറ്റ്സ് ടിവിയുടെ ഇതിനകത്ത് അങ്ങനെയൊന്നും എനിക്ക് കമന്റ് ചെയ്തിട്ടില്ല. ഒരു മെയിൽ ഉണ്ടായിരുന്നല്ലോ, ആ മെയില് അതിൽ കുറെ ഒരു വലിയ എസ്സേ പോലെ ഒരു മെയിൽ ഉണ്ടായിരുന്നു. എനിക്ക് ലാസ്റ്റ് അയച്ചിട്ട് ഒരു എസ്സേ വളരെ എല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി എനിക്കൊരു മെയിൽ അയച്ചിട്ടുണ്ട്. മെയിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്, കോളേജിൽ പഠിക്കാൻ തോന്നുന്നു. അത് കാരണം അതിന് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി, അങ്ങനെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അപ്പൊ എല്ലാം ലയിച്ചാണ് എവരിത്തിങ്. ഇപ്പൊ എന്റെ കുറെ കമന്റ്സ് ഒക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും, വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. വീഡിയോസ് അവര് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അതില് വരുന്ന അപ്ഡേറ്റഡ് വീഡിയോസ് ഒക്കെ അവരതില് അവള് സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു നല്ലൊരു ഓപ്ഷൻ പറയാലോ, ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെയൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസ് അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് അധികം വൈകാണ്ട് അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽ കുറേ കോണ്ടാക്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ആരോ കാണാൻ വേണ്ടിയിട്ടുണ്ട്, ഒരു 2 minutes കേട്ടോ. എന്തായാലും ഗിഫ്റ്റ് കിട്ടുന്ന ആളുടെ എല്ലാവരുടെയും പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇല്ല കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഗിഫ്റ്റ് കിട്ടിയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ പോവാണ്, ഒന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ ചെയ്യണം, മറക്കരുത്. എല്ലാവരും ഗിഫ്റ്റ് കിട്ടി എല്ലാവരും അതിന്റെ ഒരു പിക്ചർ എടുത്ത് അയക്കുക. റിസീവ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും എനിക്ക് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാം കേട്ടോ. കമന്റും അയക്കണം കിട്ടി കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ കിട്ടാത്ത ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട, എത്രയും വേഗം അടുത്ത ഇതിൽ എന്തായാലും നമുക്ക് എന്തായാലും ഗിഫ്റ്റ് കിട്ടും എല്ലാവർക്കും. അപ്പോൾ കീപ് ഓൺ വാച്ചിങ് ദ വീഡിയോസ്, കീപ് ഓൺ സപ്പോർട്ടിങ്. ബൈ ബൈ.